ഞാൻ കനകലതയായിട്ട് സിനിമയിൽ കൂടിയുള്ള ബന്ധമല്ല. പണ്ട് അമച്വർ നാടകങ്ങൾ തമ്മിലുള്ള ആ ബന്ധമാണ്. കൊല്ലത്ത് അയത്തിൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യം ഞാൻ കനകലതയെ കാണുന്നത്. അന്നോട്ട് ഇന്ന് വരെയും ഞാൻ കനകലതയെ വിളിക്കുന്നത് സ്വർണ്ണവള്ളി എന്നാണ്. എപ്പോഴും പറയും ഈ ഒരു പേര് വിളിക്കുന്നത് തമ്പിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതുപോലെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും, ഞാൻ ടി വിയിൽ കാണുമ്പോഴത്തേക്കും, ഇപ്പോൾ ഈ സൂക്കേട് വലുതായിട്ട് വരുന്നതിന് മുമ്പ്, ബാധിക്കാതിരിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിക്കും, കനകലതയെ വിളിക്കും. കനകലത ഇന്ന പടം നടക്കുന്നു. ഇപ്പോൾ നിറം പോലുള്ള സിനിമകളിലുള്ള ആ കോമഡി രംഗങ്ങളൊക്കെ, ജഗതിച്ചേട്ടനായിട്ടുള്ള കോമഡി രംഗങ്ങളൊക്കെ, അതൊന്നും പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും മാറിപ്പോവില്ല. ആ കൊച്ചുകുട്ടികളെ മാക്സിമം ദ്രോഹിക്കുന്നതും ജഗതി ശ്രീകുമാറുമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ കനകലതയുടെ ഹസ്ബൻഡായിട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു സീരിയലിൽ പൂജപ്പ രവിയണ്ണൻ കനകലതയുടെ അച്ഛൻ, ഞാൻ കനകലതയുടെ ഹസ്ബൻഡുമായിട്ട് ആസ്മ പേഷ്യൻ്റായിട്ടുള്ളൊരു ക്യാരക്ടർ. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളാണ്. അതുപോലെ തന്നെ കനകലത എന്ന് പറയുമ്പോൾ വേറൊരു സംഭവത്തിൽ ഈ അടുത്ത കാലത്ത് അവരുടെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള, ആറ്റുകാല അമ്പലത്തിലെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ആദ്യം വിളിച്ചത്, തമ്പിയണ്ണ എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് ഞാൻ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കനകലതയെ വിളിക്കുന്നത് നമ്മുടെ കാര്യവട്ടം ശശി ഭരിക്കുമ്പോൾ PRS ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവനെ മരിച്ച കാര്യം വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ എനിക്ക് കാണണ്ട, ഞാൻ കാണാൻ വരുന്നില്ല. തമ്പിയണ്ണൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കാര്യത്തിലും ഒക്കെ ഇതേപോലെ ഉണ്ടാവും എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ശശിയേട്ടൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലും ഉണ്ടാവും എന്നെനിക്ക്. അപ്പോൾ അന്നേ ആ ഒരു തീരുമാനങ്ങൾ എല്ലാവരും അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അതിൽ എല്ലാവരും അവരുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായാലും ഒരു ടെക്നീഷ്യനായാലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിലും കനകലതയെ മറക്കില്ല. ഇത്രയും നല്ലൊരു സ്നേഹത്തിനുള്ളതാണ്. പിന്നെ പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ല, കൃത്യനിഷ്ഠ പാലിക്കാൻ. ലൊക്കേഷനിൽ കറക്റ്റ് ആ പറയുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് വരും, താമസിച്ച് വരുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി. ഒരു പക്ഷേ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സോ പറഞ്ഞില്ലെങ്കിൽ പോലും തലേ ദിവസം ഉപയോഗിച്ച കണ്ടിന്യൂറ്റി സാധനങ്ങൾ അവർ കൃത്യമായും സൂക്ഷിക്കും. ഒരു പക്ഷേ പെട്ടെന്ന് ആ സീനിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എടുക്കണമെന്ന് തോന്നിയാൽ അത് എടുക്കാൻ ഡയറക്ടർക്ക് ബുദ്ധിമുട്ടില്ല. അത് ഇന്നലത്തെ സീനില്ല, അത് ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അതാണ് കനകലത. ഇത്രയും ആ ഒരു 100% നമ്മളെ കർമ്മഫലത്തിനോട് ആ നിരതമായ ഒരു നീതി പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു കനകലത. തീർച്ചയായിട്ടും അവരുടെ ഒരു ദേഹവിയോഗം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും കനകലതയ്ക്കൊന്നും എൻ്റെ മനസ്സിൽ മരണമില്ല.